നമസ്കാരം. ഇത് ടിയാഗോ EV ആണ്. വെറും ഒരു ടിയാഗോ EV അല്ല, നമ്മുടെ സർക്കിളിലെ ടിയാഗോ EV ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലിറങ്ങിയ ആദ്യ ബാച്ചുകളിലൊന്ന് ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ അന്ന് ഈ ഒരു വണ്ടിയുടെ മീഡിയ ഡ്രൈവിൻ്റെ സമയത്ത് വണ്ടി ഓടിച്ച് നോക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വരികയും അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി വാങ്ങുകയും ചെയ്ത എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ടിയാഗോ EV ആണിത്. അപ്പോൾ അന്ന് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇത് നമ്മുടെ സർക്കിളിൽ വന്ന ഒരു ടിയാഗോ EV ആണ്. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറയാണ്ട്, ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ കിലോമീറ്ററുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങളാകുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചും ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ ചിലവുകളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ടിയാഗോ EV എന്നൊക്കെയാണ് ഇതിൻ്റെ 10 മാസങ്ങൾക്കപ്പുറം 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു EVയുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ട്. ഇപ്പോൾ നിങ്ങളൊരു EV വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും സഹായകമാവുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്യാം. ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന അനു എന്ന എൻ്റെ സുഹൃത്ത് നാനോ സ്റ്റോറിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടിയാഗോ EVയുടെ ടെസ്റ്റ് ഡ്രൈവിന്, അതായത് മീഡിയ ഡ്രൈവിന് വന്നിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയാൽ വണ്ടി മേടിച്ച ആ സുഹൃത്തിനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് വിളിക്കണം. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നതൊക്കെ കൂടുതൽ 10,000 കിലോമീറ്റർ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വണ്ടി ഓടിച്ച ആൾ പറയുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അനുവിനെ വീഡിയോയിലേക്ക് വിളിക്കാം. അനു വാ. അനുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തവിളി കേൾക്കാൻ കാരണമായിട്ടുള്ള ഒരാളാണ് അനു. അന്ന് നമ്മൾ നാനോ സ്റ്റോറിക്ക് പോയിട്ട് ആ ഒരു കാശ്മീരിലേക്ക് വണ്ടി ഓടിച്ച് പോയപ്പോൾ പല ആളുകളും അനുവിനെ കാണിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ആളെ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്തായാലും ഇന്ന് അനു നമ്മുടെ കൂടെ ഉണ്ട്. അനു നമ്മുടെ ആ ഒരു പ്രേക്ഷകർക്ക് അടുത്ത് പരിചയപ്പെടുത്തിയ എൻ്റെ കൂടെ എങ്ങനെയാണ് നീ വന്നത്? നാഗേഷിനോട് അന്ന് നാനോയിൽ വരിക എന്ന് പറയുന്നത് ചുമ്മാ ഒരു ദിവസം എന്നോട് ചോദിച്ചു, എടാ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണ്ടേ? ഞാൻ പറഞ്ഞു പോവാം. ഞാൻ നേരത്തെ ഒരു തവണ പോയിട്ടുണ്ട്, 2017 പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഏതാ വണ്ടി ഏതെന്ന് വെച്ചാൽ നാനോ. ആദ്യം ഞാനിങ്ങനെ നാനോ കുഴപ്പമില്ല, എന്നാലും പോവാം, ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പം വലിയ വണ്ടികളുണ്ട്, നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. പണ്ടത്തെ പോലുള്ള റോഡും കാര്യങ്ങളൊക്കെ ഇത്ര നല്ലതാണ്. പക്ഷെ നാനോ പോലൊരു വണ്ടിയിൽ പോകാന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. പിന്നെ ഇത്രയും കിലോമീറ്റർ 10,000 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കിലോമീറ്ററും അല്ല. അതിനു മുന്നേ അനുവായിട്ട് ഞാൻ വന്നിട്ടുള്ള ഒരു സൗഹൃദ സാഹചര്യം എന്ന് പറയുന്നത്, അനു ഒരു IT പ്രൊഫഷണലാണ്, ഞാനും ഒരു IT പ്രൊഫഷണലായിരുന്നു. ഞങ്ങൾ ഒരുപാട് കൊല്ലം ഒപ്പം മറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും അനുവിന് ഇപ്പോൾ ഐസ് കാറുകൾ എന്ന് വെച്ചാൽ ടാറ്റയുടെ ഈ ഒരു ടിയാഗോയിലേക്ക് വരുന്നതിന് മുന്നേ XV5 ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഫിഗോ, പിന്നെ ഓൾട്ടോ കേട്ടൺ AMT ആയിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു വണ്ടിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വരാൻ തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാൻ തോന്നുന്നു. കാരണം ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു അരോചകമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് കാര്യങ്ങൾ പറയാം. അതെനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വാങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ ആൾക്കൊരു ഉപകാരപ്പെട്ടേക്കും തോന്നുന്നു. തീർച്ചയായും. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിച്ചാലോ? അപ്പോൾ അനു നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇതൊരു ഇലക്ട്രിക് കാറാണല്ലോ, ഇതിൻ്റെ യൂസിങ് പാറ്റേൺ എന്താ? യൂസിങ് പാറ്റേൺ ഇപ്പോൾ ഡെയിലി പർപ്പസ് തന്നെയാണ്. ഡെയിലി ഇപ്പം എനിക്ക് ചിലപ്പോൾ ഓഫീസിൽ പോകേണ്ട ആവശ്യത്തിനായിട്ട് ഡെയിലി യൂസ് ചെയ്യാനാകും. പിന്നെ ഇപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കൂടുതലായിട്ടും മോളെ സ്കൂളിൽ കൊണ്ടുവിടുക, ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു സിറ്റി യൂസ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കറന്റ്. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു കാർ എന്തായാലും ഉണ്ടായിരുന്നല്ലോ? അതെ. കൂടാതെ ഒരു വണ്ടി കൂടി കയ്യിലുണ്ട്. അതെ. അതിനെ കുറിച്ച് കൂടി പറ. ഏതായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന വണ്ടി? ഓടിക്കുന്ന വണ്ടി ഏതാണ്? വലിയ വണ്ടി നേരത്തെ ഉണ്ടായിരുന്നത് ഓൾട്ടോ കേട്ടൺ ആയിരുന്നു, ഓട്ടോമാറ്റിക് AMT ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു XV5 ഉണ്ട് കയ്യിൽ ഓൾറെഡി തന്നെ. ഞാൻ ഈ ഓൾട്ടോ കേട്ടൺ കൊടുത്തിട്ടാണ് ഞാൻ ഈ ടിയാഗോ EV എടുക്കുന്നത്. കാരണം എനിക്ക് ആ ടൈമിൽ തന്നെ ഒരു EV എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ടിയാഗോ വന്നപ്പോൾ തന്നെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ഞാൻ ഇത് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ ഒരു കാറിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ഐസ് കാറുകൾ, അതായത് പെട്രോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറുകൾ വേറെ സെലക്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഓടിച്ചു നോക്കിയിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി ഇപ്പം ഓൾട്ടോ എടുത്ത സമയത്ത് തന്നെ ഇനി നെക്സ്റ്റ് ഒരു ഇലക്ട്രിക് എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു. ഓൾട്ടോ എടുത്തിട്ട് അധികം കാലം ആയിരുന്നില്ല, ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ആയിരുന്നു ഞാൻ ആ സമയത്ത് എടുത്തത്. വൈഫിന് സ്കൂളിൽ പോകാനും, വൈഫ് ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിൽ പോകാനും അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിരുന്നായിരുന്നു. അപ്പം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. കാരണം പിന്നെ ടാറ്റ പോലുള്ളൊരു വണ്ടി അവർ ഓൾറെഡി പ്രൂവൺ ആണ്, ടിയാഗോ ഓൾറെഡി ഒരു പ്രൂവൺ വെഹിക്കിളാണ്. അതുകൊണ്ട് ഡയറക്റ്റ്ലി തന്നെ ഞാൻ EVയിലേക്ക് പോകുമായിരുന്നു. വേറെ വണ്ടികളൊന്നും അതിനകത്ത് ബേസിക്കലി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുമ്പോൾ EVയിലേക്ക് പോകണു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് ടിയാഗോ EV ലാൻഡ് ചെയ്തുകൊണ്ട് പറയണം? അതായത് ടിയാഗോ EV അല്ലാണ്ട് മറ്റ് EVകളുണ്ടല്ലോ,
ഉണ്ട്. എനിക്ക് വലിയൊരു വണ്ടിയുടെ ആവശ്യമില്ല. എനിക്ക് ബേസിക്കലി ഒരു സിറ്റി പർപ്പസ് ഡെയിലി ഒരു 50 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. പിന്നെ അത് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റണം, വൈഫിന് ഓടിക്കാൻ പറ്റണം. വൈഫ് ടീച്ചർ ആയതുകൊണ്ട് ഡെയിലി ഒരു 20 ഇപ്പോൾ വൈഫിൻ്റെ സ്കൂളിലേക്ക് പോകാൻ ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെയിലി പർപ്പസ് നടക്കാൻ പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ട് ചെറിയൊരു വണ്ടിയാണ് വേണ്ടത്. പിന്നെ അച്ഛന്, എൻ്റെ ഫാദറുണ്ട്, അപ്പോൾ പുള്ളിക്കാരന് 70 വയസ്സിന് മേളിലായി. അപ്പോൾ പുള്ളിക്കാരനും ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഓൾട്ടോ കേട്ടൻ AMT അല്ലെങ്കിൽ ഒരു പെട്രോൾ കാറിൽ നിന്ന് ഇലക്ട്രിക്കൽ വന്നപ്പോൾ ആദ്യം തോന്നിയ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഓൾട്ടോയിൽ നിന്ന് ഇതിലേക്ക് വരാനുള്ളൊരു ഇതെന്ന് പറയുന്നത്, ഒന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുക എന്നുള്ളൊരു ആദ്യമേ തന്നെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ളത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കൺവീനിയൻസ്, ആ ഒരു സുഖം നമുക്ക് എന്ന് വെച്ചാൽ പെട്രോളിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഭയങ്കര ഇതാണ്. ഒരു AMD ഓടിക്കുന്ന ഒരാൾക്ക് അറിയാം. കാരണം നമ്മളിപ്പോൾ അതിനകത്ത് വരുന്ന ലാഗും കാര്യങ്ങളും നമ്മളൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതും ഇതിനകത്ത് ഞാൻ അങ്ങനെയില്ല. നമുക്ക് ഡയറക്റ്റ് ഫുൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പവർ വണ്ടി തരികയാണ്. ശബ്ദവും ലഹളയില്ല. പിന്നെ കുലുക്കം കമ്പാരിറ്റീവ്ലി നമ്മളൊരു എനിക്ക് തോന്നുന്നത് ബാറ്ററി പാക്കിന്റെയും കൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. അതിനകത്തുള്ള ഒരു കംഫർട്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ XUV 700 പോകുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആക്ച്വലി ഇതിനകത്ത് ടിയാഗോയിൽ പോകുമ്പോൾ ഉണ്ടാവുന്നത്. കംഫർട്ട് ഒരു ഭയങ്കര ഫാക്ടർ തന്നെയാണ്, സുഖമായിട്ടുള്ള. അതെ 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 അതെ. ഇനി ഇപ്പൊ ഒരു മാസം അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് നല്ലത് 10,000 കിലോമീറ്റർ ഓടിയല്ലോ. അപ്പൊ ഇതൊരു മാസം ഓടിക്കാനായിട്ട് എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ആ ഒരു കോസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് കൂടി പറയണം. പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായ വ്യത്യാസമാണ് ആക്ച്വലി വരുന്നത്. കാരണം എനിക്കിത് ഓൾമോസ്റ്റ് ഒരു നോ കോസ്റ്റിലാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ സോളാർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി എനിക്ക് വേണ്ട കറണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സോളാറിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നേരത്തെ എക്സസ് ആയിരുന്നു. ഇപ്പോൾ കാർ വന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. സോ സോളാറിൽ നിന്ന് ഡയറക്റ്റ് ചാർജ് ചെയ്യുന്ന ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു നോ കോസ്റ്റ് ആണ് വണ്ടി. ടിയാഗോ EV വാങ്ങിയപ്പോൾ ഓൾട്ടോ കേട്ടനുണ്ടായിരുന്ന സമയത്ത് ശരിക്കും കോസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കാൻ അവസ്ഥയിലേക്ക് എത്തിയെന്നാ പറയണം അല്ലേ? അത് ശരിക്കും. കാരണം ഇപ്പോൾ ഒരു മാസം 1000 കിലോമീറ്റർ ഞാൻ ഓൾട്ടോ മറ്റേത് വെച്ച് ഏകദേശം ആവറേജ് ഒരു 1000 കിലോമീറ്റർ ഓടുന്ന വെച്ച് നോക്കുമ്പോൾ ഒരു 5,000-6,000 രൂപ പെട്രോളിന് കളയേണ്ട സ്ഥാനത്ത് ഇതിനകത്ത് ശരിക്കും കിലോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും 1 രൂപ വരുന്നുള്ളൂ. അപ്പം 5,000-ൽ നിന്ന് ഇത് 1000-ലേക്ക് കോസ്റ്റ് മാറി. പക്ഷെ 1000 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നില്ല. ബേസിക്കലി സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ അതുപോലും ചിലവാകുന്നില്ല. ഞാൻ ആ സോളാറിന് വേണ്ടി ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു 1.5 lakhs ഞാൻ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്താ എനിക്ക് ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റയർലി ഫ്രീ ഓഫ് കോസ്റ്റ്, സീറോ കോസ്റ്റ് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും 1000 കിലോമീറ്റർ വെറുതെ ഓടിക്കുന്ന ഒരു വെറുതെ കാശ് ചെലവില്ലാണ്ട് ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ടിയാഗോ EV കൊണ്ട് പറ്റി. ടിയാഗോ EV എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ നമുക്കിപ്പോൾ ഇതിന് നമ്മൾ ലോൺ എടുത്തെടുക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് EMIയുടെ ഒരു നല്ലൊരു പോർഷൻ, നമുക്കൊരു ഹാഫ് ഓഫ് EMI നമുക്ക് ഈ ഫ്യൂവൽ കോസ്റ്റിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10,000 രൂപ EMI അടയ്ക്കേണ്ട സ്ഥാനത്ത് എനിക്ക് 5,000 രൂപ ഫ്യൂവൽ കോസ്റ്റും കൂടെ വരുമ്പോൾ നോർമൽ ഒരു IC എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു 15,000 രൂപയാണ് അപ്പോൾ EMI അടക്കം ചിലവ് വരുന്നതെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള 5,000 രൂപ എനിക്ക് ചിലവ് വരുന്നുള്ളൂ. EMIയിൽ അത് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ അത് കാറിന്റെ കോസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ലോങ് ടൈം ഒരു 5 കൊല്ലം കൊണ്ട് നോക്കുമ്പോൾ ഇൻഎഫക്റ്റീവായിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ പകുതി കാശിനാണ് നമ്മുടെ കയ്യിൽ വണ്ടി എത്തുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു ഇപ്പം നമ്മൾ കൂടുതൽ ഓടിക്കുന്നുണ്ട് ഒരാൾക്ക്. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള 1000 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നുള്ളൂ. പക്ഷേ എന്നേക്കാളും കൂടുതൽ ഓടിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു മാസം 2,000 അല്ലെങ്കിൽ 3,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേന് വണ്ടി ഫ്രീ ഓഫ് കോസ്റ്റിൽ കയ്യിലിരിക്കുകയാണ്. ഫ്യൂവൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ 5 കൊല്ലം കൊണ്ട് ഫ്യൂവൽ കോസ്റ്റിൽ അടിക്കുന്ന പൈസ മതി അയാൾക്ക് ഈ വണ്ടിയുടെ ലോൺ അടച്ചു തീർക്കാൻ, അല്ലെങ്കിൽ ഇതിന് EMI അടച്ചു തീർക്കാനായിട്ട്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് അർത്ഥം. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. അതായത് ശരിക്കും വണ്ടിയുടെ ആ ഒരു ഓട്ടം എന്ന് പറയുന്നത് ഡെയിലി 50 കിലോമീറ്റർ എന്ന് പറഞ്ഞു, സോളാറിനെന്ന് പറഞ്ഞു വീട്ടിൽ. അപ്പോൾ അതിന്റെ ചാർജിങ് പാറ്റേൺ എങ്ങനെ? അപ്പോൾ നിങ്ങൾ ആ ഒരു സീറോ കോസ്റ്റിൽ ഓടിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം കുറവായിരിക്കും, വളരെ കുറവാണ്. ചാർജിങ് പാറ്റേൺ എങ്ങനെയാ? ഞാൻ ശരിക്കും ഫാസ്റ്റ് ചാർജർ ഈ വണ്ടിയിൽ ടോട്ടലായിട്ടൊരു 3 അല്ലെങ്കിൽ 4 തവണ ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ 10,000 കിലോമീറ്റേഴ്സിനകത്ത് പ്രോബ്ലി ലെസ് ദാൻ 10 അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ഉറപ്പാനുള്ള കാര്യമാണ്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ വൈകുന്നേരം ഓട്ടം കഴിഞ്ഞ് വരുന്നു, ചാർജ് ചെയ്തിരുന്നു. വൈകുന്നേരം രാത്രി ഒരു 10 മണിക്ക് ശേഷമായിരിക്കും, കാരണം വോൾട്ടേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് രാത്രി 10 മണിക്ക് ശേഷം ചാർജ് ചെയ്യാൻ ഇടുന്നു. രാവിലെ ആകുമ്പോഴത്തേനും വണ്ടി ഫുൾ ചാർജ് ആയിട്ടിരിക്കും. സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഓൾറെഡി തന്നെ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ബാലൻസ് യൂണിറ്റ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഇല്ല, ഞാൻ വീക്കിലി 2 തവണയൊക്കെ വേണ്ടി വരത്തുള്ളൂ. പിന്നെ ലോങ് ഓടുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കൂടുതൽ ചാർജ് ചെയ്യും. മാക്സിമം വീക്കിലി 2
അല്ലെങ്കിൽ 3 തവണ അത്ര ആവശ്യമുള്ളൂ. 7.2 കിലോവാട്ട് ചാർജറാണോ? അല്ല സാധാ 3 കിലോവാട്ട് ആവശ്യം തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വണ്ടി വരുന്നു, രാവിലെ എണീക്കുമ്പോൾ ഫുൾ ടാങ്ക് വണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എന്നാൽ 7.2 കിലോവാട്ട് ചാർജർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അന്വേഷണം നടത്തില്ല. അതെ അതെ. അതിനൊരു ചെലവ് അവരെന്താ പറയുന്നത്? അറൗണ്ട് ഒരു 45,000 to 50,000 അടുപ്പിച്ച് എന്തുവായിരുന്നു എന്ന് പറഞ്ഞത്. കറണ്ട് കണക്ഷൻ എല്ലാം കൂടെ അല്ലേ? ടോട്ടൽ അവരുടെ ഇൻസ്റ്റാളേഷൻ ചാർജ് അടക്കം എല്ലാം കൂടെ വരുന്നത്. ഇൻസ്റ്റാളേഷൻ എനിക്കൊന്ന് ഇതിന്റെ എല്ലാത്തിനും കൂടെ ചേർത്ത് ഏകദേശം ഒരു 50,000 അകത്താണ് വരുന്നത്. പിന്നെ അതിന് നമ്മൾ 7.2 കിലോവാട്ട് ആകുമ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള സിസ്റ്റങ്ങൾ മാറ്റണം. നമ്മുടെ മീറ്റർ അടക്കമുള്ള മീറ്റർ അല്ല, നമ്മുടെ 3 ഫേസിൽ കണക്ഷനിലേക്ക് വേണം. കാരണം 7.2 കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ കൺസപ്ഷൻ അടക്കം ലോഡ് കൂടേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി കോസ്റ്റ് വേണ്ടി വരുന്നുണ്ട് എനിക്ക് 3 ഇതിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ. 3 പോയിന്റ് പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ലോഡ് ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 കിലോവാട്ടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. അതിനിടയിൽ നീ എന്നോട് പറഞ്ഞില്ലേ, അതായത് ലോങ് ഡ്രൈവ് പോയി തുടങ്ങി, കുറഞ്ഞ ഓട്ടത്തിന് വേണ്ടി വാങ്ങിയ വണ്ടിയാണ്, ഞാനിപ്പോൾ ലോങ് ഡ്രൈവ് ഓടിക്കുന്നുണ്ട് പറഞ്ഞു. അതെ. അപ്പൊ ആ ഒരു ലോങ് ഡ്രൈവിന്റെ എക്സ്പീരിയൻസും അത് മാത്രമല്ല അത് DC ഫാസ്റ്റ് ചാർജർ നീ 10 വട്ടം ചാർജ് ചെയ്ത കാര്യം പറഞ്ഞു. അതെ അതെ. ആ ഒരു കാര്യം കൂടി ഒന്ന് പറ, അതും കൂടി ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലോങ് ഡ്രൈവ് ഓടുമ്പോൾ ഞാൻ ഇച്ചിരി പ്ലാൻഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ എനിക്കിപ്പം ചിലപ്പോൾ എറണാകുളം ടു ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇപ്പം ട്രിവാൻഡ്രത്തു നിന്ന് എനിക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കും എവിടെയൊക്കെയാണ് എനിക്ക് ഫാസ്റ്റ് ചാർജേഴ്സ് ഉള്ളത്, ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ ചാർജേഴ്സ് ഉണ്ടോ എന്നായിരിക്കും ഞാൻ നോക്കുന്നത്. മിക്കവാറും ഞാൻ റെസ്റ്റോറൻറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും മിക്കവാറും ചാർജിങ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഡ്രൈവിൻ്റെ ഇത് അല്ലെങ്കിൽ ടൈം ഞാൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് അവിടെ ടൈം പോകരുത്. കാരണം ഈ എല്ലാവരും പറയും ചാർജ് ചെയ്യാൻ വേണ്ടി എനിക്ക് അരമണിക്കൂർ പോയി 1 മണിക്കൂർ പോയി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. ഞാൻ പോകുന്ന അറ്റ്ലീസ്റ്റ് പ്ലാൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ ചെല്ലുന്ന റെസ്റ്റോറൻറ്റുകളിൽ മിക്കവാറും ചാർജർ അവൈലബിൾ ആണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ കുത്തിയിടുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴത്തേന് മിക്കവാറും അത് ഒരു അരമണിക്കൂറാണെങ്കിൽ ഒരു 20% നിന്ന് ഒരു 70-80% വരെ നമുക്ക് ചാർജ് കിട്ടും. അതായത് വലിയ ബുദ്ധിമുട്ടില്ല, ലോങ് ഡ്രൈവ് പോകാൻ പറ്റുന്നതാണ് നീ പറയുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഇച്ചിരി നമ്മൾ IC പോലെ നമുക്ക് കണ്ണുപൂട്ടി എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ പോയി വരുന്നവരുണ്ട്, ഹൈദരാബാദ് പോയി വരുന്നവരുണ്ട്. ഇച്ചിരി പ്ലാൻ ചെയ്തിട്ട് പോയി വരുവാണെങ്കിൽ നമുക്ക് പറ്റും. പ്രോബ്ലം ഇപ്പോൾ ഒരു ബാംഗ്ലൂർ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എക്സ്ട്രാ അവർ കൺസിഡർ ചെയ്യേണ്ടി വരും ഈ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ലോങ് ഡ്രൈവ് പോകണമെന്ന് നിൽക്കട്ടെ, ഇപ്പോൾ ഷോർട്ട് ഡ്രൈവ്, സിറ്റി ഡ്രൈവിൽ ഇപ്പോൾ ഐസ് കാർ നമ്മുടെ ഓൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ EV ആയതുകൊണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? പെട്രോൾ കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം. പെട്രോൾ അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് അങ്ങനെ വലിയ ചലഞ്ചസുകളൊന്നും ഈ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഞാൻ നേരത്തെ വെച്ച കാര്യത്തിൻ്റെ ബാക്കി പറയണം. അതായത് സർവീസ് എക്സ്പീരിയൻസും സർവീസ് കോസ്റ്റും ഈ ഒരു 10,000 കിലോമീറ്റർ ഓടാനായിട്ട് എന്ത് ആ ഒരു സർവീസ് കോസ്റ്റ് വന്നിട്ട് ബ്രേക്ക് പാഡ് മാറേണ്ടി വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ. ഇപ്പം ഇതിനകത്ത് വേറാൻ ടയർ അങ്ങനെ ഒരു സംഭവം ഇതുവരെ വന്നില്ല. കാരണം 10,000 കിലോമീറ്റർ എന്ന് പറയുന്നത് അതിനുള്ളൊരു സമയമായിട്ടില്ല. സർവീസ് കോസ്റ്റ് ആക്ച്വലി ഒരു 2,000 രൂപ 2 ഫ്രീ സർവീസാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആവറേജ് ഒരു എനിക്ക് തോന്നുന്നു ഒരു സർവീസ് എന്ന് പറയുന്നത് 1000 തൊട്ട് ഒരു 1,500 രൂപ വരെയാണ് പരമാവധി വന്നിരിക്കുന്നത്. 2,000-നും 3,000-നും ഇടയ്ക്കാണ് എനിക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ മേജറായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതൊന്നുമില്ല. എയർ ഫിൽറ്ററും AC-യുടെ എയർ ഫിൽറ്റർ, പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ ഗിയർ ഓയിൽ. ഇതിന് ഗിയർ എന്ന് പറയുന്നത് ആ മോട്ടറും ഇത് കണക്ട് ചെയ്യുന്ന അതിൻ്റെ ഗിയർ ഓയിൽ അത്രയും അത് വരുന്നുള്ളൂ. പിന്നെ ബ്രേക്ക് പാഡൊന്നും ഇതായിട്ടില്ല. കാരണം ബ്രേക്ക് പാഡ് അത് ആക്ച്വലി അഗൈൻ നമ്മുടെ ഒരു ഡ്രൈവിംഗ് പാറ്റേണിനെ അനുസരിച്ചിരിക്കും. നമ്മളിപ്പം റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ബ്രേക്ക് പാഡിന്റെ തേയ്മാനം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സിംഗിൾ പെഡൽ ഡ്രൈവിനെ കുറിച്ചാണ്. സിംഗിൾ പെഡൽ ഡ്രൈവ്, അതെ, ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് 3 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ബ്രേക്ക് പാഡിന്റെ അല്ലെങ്കിൽ ബ്രേക്കിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആവും. നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഇപ്പം ഒരു റീജനറേറ്റീവ് തേർഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറ്റും. നമ്മൾ സിറ്റി യൂസിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഉപകാരമാണ്. കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഒന്ന് ബ്രേക്ക് പാഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള തേയ്മാനങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കലി റീചാർജ് ആവുന്ന ഒരു ഇത് നമുക്ക് കുറച്ച് കിലോമീറ്റർ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ എറണാകുളം പോലുള്ള ഒരു സിറ്റിയിൽ നമ്മൾ റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ട്രാഫിക് ടു ട്രാഫിക്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുകളിൽ ശരിക്കും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. സ്ലോ ആവും. പിന്നെ ജസ്റ്റ് ത്രോട്ടിൽ കൊടുക്കുക. നമുക്ക് ബ്രേക്ക് അങ്ങനെ നമുക്ക് വളരെ
ഇതായിട്ട് മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി. മൂന്നാമത്തെ റീജൻ മോഡാണ് ഉപയോഗിക്കുന്നത്. സിറ്റി ഡ്രൈവിൽ ഞാൻ 3 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ലോങ് ഓടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അധികം ആവശ്യം വരത്തില്ല. ഇപ്പോൾ ഹൈവേസിൽ ഓടിക്കുന്ന സമയത്ത് അത് ആവശ്യം വരത്തില്ല. ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിൽ ഡിഫോൾട്ട് ഡിഫോൾട്ടിൽ 1 ഓടിച്ചാലും മതി. നമുക്ക് സിറ്റി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 2 or 3 യൂസ് ചെയ്യുന്നത് ശരിക്കും നല്ല ഉപകാരമാണത്. അപ്പോൾ അനു പറയുന്നത് ടിയാഗോ EV ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണല്ലേ? തീർച്ചയായിട്ടും. റെക്കമെൻഡേഷൻ മീൻസ് നമ്മളൊരു IC എഞ്ചിൻ ഓടിക്കുന്ന പോലെ ഇപ്പോൾ ഒത്തിരി ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ചലഞ്ചുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ കേരളത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും യാത്ര ചെയ്യാനോ ലോങ് ഡ്രൈവ് ആണെങ്കിലും പ്രോബ്ലം വരുന്നില്ല. ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഇത് പ്രശ്നം വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. എനിക്കത് തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും മാസങ്ങൾ കൊണ്ട് അത് എനിക്ക് മാറി. അപ്പോൾ എനിക്ക് ഏകദേശം വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാൾക്ക് ഏകദേശം എത്ര കിലോമീറ്റർ വണ്ടി ഓടും, ഇത്ര പെർസെൻറ്റേജിൽ ഇത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് നമുക്കൊരു അസസ്മെൻ്റ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ഡ്രൈവ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് ടിയാഗോ EV എന്നല്ല, EVകളിൽ ഏതാണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേഞ്ച് തരുന്ന ഏതൊരു വെഹിക്കിളാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നേരത്തെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ പെട്രോൾ വണ്ടി ഓടിക്കുന്നതിനെ കൂടുതൽ ഞാൻ ഇലക്ട്രിക് കാറായതുകൊണ്ട് വണ്ടി കൊണ്ടു നടക്കേണ്ടത് പറഞ്ഞു. അതെ. അപ്പോൾ അച്ഛൻ്റെ യൂസിങ് പാറ്റേൺ ശരിക്കും എങ്ങനെയാണ്? അച്ഛൻ ശരിക്കും ഡെയിലി ഉപയോഗിക്കും വണ്ടി? എന്നെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾ അച്ഛനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ, ചിലപ്പോൾ വൈഫിനെ സ്കൂളിൽ കൊണ്ടുവിടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവിടേണ്ടി വരുന്ന അല്ലെങ്കിൽ വണ്ടി തിരിച്ച് വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അച്ഛൻ തന്നെയാണ് കൂടുതൽ ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് 10,000 കിലോമീറ്റേഴ്സിനകത്ത് ഒരു 5,000 കിലോമീറ്റേഴ്സ് അച്ഛൻ തന്നെയായിരിക്കും ഓടിച്ചിരിക്കുന്നത്. അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് വണ്ടി എടുത്ത് ഓടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന XUV 500 ആയതുകൊണ്ട് അത് വലിയ വണ്ടി ആയതുകൊണ്ട് പുള്ളിക്കാരന് ഓടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും വളരെ സ്മൂത്ത്, കൊണ്ടു നടക്കാൻ എളുപ്പം, എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പമാണ്, കൺവീനിയൻ്റ് ആണ് വണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടോയെക്കാളും വലിയ വണ്ടിയാണെങ്കിൽ പോലും ഓൾട്ടോയേക്കാളും സ്മൂത്താണ് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇലക്ട്രിക്. പിന്നെ സ്റ്റിയറിങ്ങിനകത്തുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുക, ഒരു വണ്ടി വാങ്ങാൻ നോക്കുകയാണ് ഇലക്ട്രിക്കിലേക്ക് പോകുന്ന ആളാണെങ്കിൽ? ഇലക്ട്രിക് എന്തായാലും ഇനിയിപ്പം ഫ്യൂച്ചർ എന്തായാലും ഡെഫിനറ്റ്ലി ഇലക്ട്രിക് തന്നെയാണ്. കാരണം ഇപ്പം ധാരാളം വണ്ടികൾ എത്തുന്നുണ്ട്. ഇനി ഫ്യൂച്ചർ ഇലക്ട്രിക് തന്നെയാണ്. മേ ബി ഹൈബ്രിഡും അതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കാം. പക്ഷേ ഫ്യൂച്ചർ ഒരു പരിധിവരെ ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെയായിരിക്കും കൂടുതൽ വരുന്നത്. നമുക്കതിനകത്ത് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് കുറവാണ്. നമുക്കിപ്പം സോളാർ പോലുള്ളൊരു സിസ്റ്റം വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് വളരെയധികം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇത്തിരി ഒരു പ്ലാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരാൾ, പിന്നെ സിറ്റി ഡ്രൈവിൽ ഡെയിലി ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ മാത്രം ചാർജ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഈ ഒരു EV ഇറങ്ങിയ സമയത്ത് ടിയാഗോ EVയുടെ മീഡിയ ഡ്രൈവ് നടക്കുമ്പോൾ അനു എന്നോട് വിളിച്ച് പറഞ്ഞു, ഇനി ടാറ്റ മോട്ടോഴ്സ് വിളിക്കുകയാണ്, മീഡിയ ഡ്രൈവിന് വിളിക്കുകയാണെങ്കിൽ ഞാനും കൂടെ വരുന്നുണ്ട്, എനിക്കൊരു ടിയാഗോ EV വാങ്ങേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയി കണ്ട് ഓടിച്ചു നോക്കിയ വണ്ടി പിന്നീട് നമ്മൾ മേടിച്ചുള്ളത് കഥയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 10 മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും അനുവിന് ടിയാഗോ EVയെ കുറിച്ച് പറയാനുള്ളത്. എനിക്കും എൻ്റെ ഒരു യൂസിങ് പറയാനുള്ളത് എനിക്ക് തോന്നുമ്പോൾ ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതും ഒരു EVയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറെക്കുറെ 49% ആകുമ്പോൾ ഞാനിവിടെ എത്തി. 90% തുടങ്ങിയിട്ട് 49 അപ്പോൾ എനിക്ക് 115 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വീണ്ടും ഒരു 125 കിലോമീറ്റർ ഓടാനുള്ള ഒരു റേഞ്ചും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 250 കിലോമീറ്ററൊക്കെ റേഞ്ച് ഈസിലി കിട്ടുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അനുവിൻ്റെ സോളാറിൽ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് വണ്ടി. അതായത് വീട്ടിൽ സോളാർ സിസ്റ്റം വെച്ചിട്ട് ഒരു ചാർജിങ് പോയിൻറ്റ് ഫിറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു കാർ പോർച്ചിൽ. അപ്പോൾ അവിടെ ഞാൻ ആ വണ്ടി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടിയാഗോ EV ഒരു പ്രാക്ടിക്കൽ സിറ്റി കാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.